ശ്വേതാമസാണ്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മളിപ്പോ സൂപ്പർ ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റിനെ പറ്റി പറയാനാണ് മിസ്സിന് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം അല്ലേ മക്കളെ. ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ടേബിളിന്റെ മേലെ കുറച്ച് ഷേപ്പുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഷേപ്പുകൾ എന്നറിയോ? ദാ സർക്കിൾ ഉണ്ട്, അതുപോലെ നിങ്ങൾ നോക്കിക്കേ ഇവിടെ കുറെ സ്ക്വയേഴ്സ് ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു ഷേപ്പ് അല്ലേ. ഈ ഷേപ്പിന് നമ്മൾ വേറൊരു പേര് പറയാം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷേപ്പ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതെന്തൊക്കെയാടാ? ഇത് നമ്മുടെ ട്രയാങ്കിൾ ആണ്. ഇവിടെ ബാക്കിലുള്ള ട്രേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെക്ടാങ്കിൾ ആണ്. അതുപോലെ ഇതെന്താടാ? ഇത് സർക്കിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടില്ലെന്നറിയോ? ഏത് രൂപത്തിലുള്ളവയാണ് കൂടുതൽ? ടിക്ക് ചെയ്യുക. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്? പുട്ട് എ ടിക്ക് മാർക്ക് എന്നാണ് ചോദിച്ചത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏത് ഷേപ്പാണ് കൂടുതൽ. യെസ് ഡാ, നമ്മുടെ സർക്കിൾ ആണ് അഥവാ വട്ടമാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ചോദ്യം നോക്കിക്കേ. ദാ റെക്ടാങ്കിൾ രൂപത്തിലുള്ളവയുടെ എണ്ണം അഥവാ യെസ് ചതുരം എന്ന രൂപത്തിലുള്ളവയുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കേ, ഒരൊറ്റ ഒരെണ്ണല്ലേ ഉള്ളൂ ബാക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 1 ആൻസർ കൊടുക്കും. ഇനിയോ ട്രയാങ്കിൾ എത്ര ഉണ്ടെന്നാ ചോദിച്ചത്. ഈ ഒരു ചിത്രം നോക്കി നമുക്ക് എണ്ണാൻ പറ്റൂലേ? 1 2 3 4 4 എന്തുള്ളത്? നമ്മുടെ ട്രയാങ്കിൾ ഉള്ളത് അല്ലെ. നമ്മുടെ 4 ട്രയാങ്കിൾസ് ആണുള്ളത്. ഇനിയോ വട്ടത്തിലുള്ളവ ഏറ്റവും കൂടുതൽ ഏതാണ്? വട്ടത്തിലുള്ളതാണ് അഥവാ വൃത്തം അഥവാ സർക്കിളിലുള്ളതാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് എണ്ണി നോക്കാലോ. 1 2 3 4 5 6 7 8 എണ്ണം നമ്മളുടെ സർക്കിളിലുള്ളത് അല്ലെ അഥവാ വട്ടത്തിലുള്ളത് 8 ആണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കിച്ചണിൽ കയറിയിട്ട് ഇങ്ങനെ എത്ര എണ്ണമാണ് ഓരോ ഡിഷസും എന്തൊക്കെ ഷേപ്പിലാണ് എത്ര എണ്ണം വീതമാണുള്ളത് എന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.